ഹലോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഇന്ന് വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് മോനീഷിനെയാണ് വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. ഫ്രീ ഹാൻഡ് അതാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ ഫ്രീ ഹാൻഡാണ് കൂടുതലും സപ്പോർട്ട് ചെയ്യാറുള്ളത്. മറ്റേ മെത്തേഡ് നമ്മൾ അത് ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. മറ്റേതെന്ന് പറയുമ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ നിന്ന് വന്ന ഒരു കലയാണ്. അങ്ങനല്ലേ പറയാൻ പറ്റില്ല, നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന. മറ്റേതെന്ന് പറയുമ്പോൾ ഒരാൾ എഴുതി വെച്ചിരിക്കുന്ന ഒരു ഈസി വേ എന്നാ പറയാം അല്ലേ, അതിനാണ് മെത്തേഡ് എന്ന് പറയുന്നത്. ഒരു മെത്തേഡ് വഴി അയാൾ കണ്ടുപിടിച്ചു, അത് നമ്മൾ ഫോളോ ചെയ്യുന്നു, അതാണ് മെത്തേഡ്. ഓക്കെ, എന്നുപോലെ ഞാൻ പറയുന്നത് ഇതാണ്: പ്രാക്ടീസ് ചെയ്യുക. ഏത് ഫീൽഡായിക്കോട്ടെ, ഏത് വിഭാഗത്തിൽപ്പെട്ട വർക്ക് ചെയ്യുന്ന ആളായിക്കോട്ടെ, പ്രാക്ടീസ് ചെയ്യുക. ആ ഒരു ഫീൽഡിൽ പ്രാക്ടീസിങ് ഉണ്ടെങ്കിൽ കുറേ കൂടി വർക്ക് ഈസി ആയിരിക്കും എന്ന് ഞാൻ പറയുന്നു. അതാണ് ഞാൻ കൂടുതലായിട്ട് പറയാനുള്ളത്, എനിക്ക് പറയാനുള്ളത്. അങ്ങനെ പറയാം അല്ലേ. പിന്നെ പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്രിസ്മസൊക്കെ തന്നെയാണ്. എവിടെയെങ്കിലുമൊക്കെ ചെറിയൊരു വൺ ഡേ ടൂർ അടിക്കുക, അല്ലെങ്കിൽ ഒരു ചെറിയൊരു റൈഡ് പോയിട്ട് വരിക. ഭയങ്കര ലോങ് അല്ല, എന്നാലും നമ്മൾ അത്യാവശ്യമായിട്ട് നമ്മുടെ ജോലി ഒരു ഇത്തിരി നേരം മാറ്റി വെച്ചിട്ട് നമ്മളൊന്ന് ഫ്രീ ആയിട്ട് റിലാക്സ്ഡ് ആയിട്ട് കുറച്ച് ട്രാവൽ ചെയ്തിട്ടൊക്കെ വരിക എന്ന് പറയണം. ആർട്ട് ഫീൽഡാണെങ്കിൽ ഡെഫിനറ്റായിട്ട് ഞാൻ പറയണം, അത് നമ്മൾ ആർട്ട് സംബന്ധമായ ആൾക്കാരോടാണെന്ന് ഇത് കാണുന്നെങ്കിൽ 100% ഞാൻ പറയണത്, അത് എന്തായാലും എവിടെയെങ്കിലൊക്കെ ഒന്ന് ട്രാവൽ ചെയ്തിട്ട് വേണം. ഈ വർഷം കഴിയുന്നതിന് മുമ്പായിട്ട്, 2025 മുമ്പായിട്ട് എവിടെയെങ്കിലൊക്കെ ഒരു ചെറിയ ഏതെങ്കിലും ഒരു സ്പോട്ട് അന്വേഷിക്കുക. എന്നിട്ട് അവിടം വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് പോയി ഒന്ന് പുതിയ വഴികൾ അല്ലെങ്കിൽ പുതിയ കുറച്ച് ആൾക്കാരെയൊക്കെ പരിചയപ്പെട്ടിട്ട് തിരിച്ച് സേഫായിട്ട് വരിക. സേഫായിട്ട് കേട്ടോ. ഓക്കെ, അത് ഞാൻ സ്ട്രെസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, പിന്നെ ഞാനിങ്ങനെ ശ്രദ്ധിക്കുന്ന, അല്ലെങ്കിൽ എൻ്റെ മനസ്സിലിങ്ങനെ തോന്നിയൊരു കാര്യം ഞാൻ പറയണേ കേട്ടോ. നമ്മൾ എല്ലാവരും എംപ്ലോയിഡാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ നമ്മൾ വർക്ക് ചെയ്യുന്നവരായിരിക്കും അല്ലേ. അപ്പോൾ ഞാൻ പറയണത് വെച്ചാൽ, നമ്മൾ കുറച്ച് പൈസ, വളരെ കുറച്ച് പൈസ മാറ്റി വെച്ചിട്ട് എന്തെങ്കിലും ചെറിയൊരു സംരംഭം, അത് നമ്മൾ എന്തായിക്കോട്ടെ, എന്ത് ചെറിയൊരു പരിപാടി നമ്മൾ തുടങ്ങിയിടുക എന്നുള്ളതാണ് ഞാൻ പറയണത് കേട്ടോ. നമ്മൾ വേറൊന്നും കൊണ്ടല്ല, നമ്മൾ എപ്പോഴും നമ്മൾക്ക് ഈ ഒരു എനർജി ഉണ്ടായെന്ന് വരില്ല, ഈ ഒരു എന്താ പറയുക, പ്രഷർ എല്ലാം നമ്മൾ ഉൾക്കൊള്ളണമെന്ന് വരില്ല. നമുക്ക് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് നമുക്കൊന്ന് റിലാക്സ് ചെയ്യണം എന്നൊക്കെ തോന്നുമായിരിക്കും. ആ ടൈം നമുക്ക് നമ്മുടെ ഈ ചെറിയ ഈ തുടങ്ങി വെക്കുന്ന ഈ പരിപാടി ഡെഫിനറ്റായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ വരുമാനം നമുക്ക് കൊണ്ടുവരും. ഒന്നിനും നമുക്ക്, അല്ലെങ്കിൽ നമ്മുടെ ചെറിയൊരു ഫാമിലിക്ക് ജീവിക്കാനുള്ളൊരു വരുമാനം നമുക്കത് തരുമെന്നുണ്ടെങ്കിൽ എപ്പോഴും ആസ് ഏർലി ആസ് എപ്പോൾ വേണം ഞാൻ പറയാം, പെട്ടെന്ന് തന്നെ നമ്മളൊരു ഇത് തുടങ്ങിയിടുക എന്നാണ് ഞാൻ പറയണത്. അത് വീട്ടിലായിക്കോട്ടെ, വീട്ടിൽ തന്നെ തുടങ്ങിയാൽ മതി. കണ്ടമാനം ഭയങ്കര വലിയ ഫർണിച്ചറും കാര്യങ്ങളും റൂമൊക്കെ റെൻ്റ് അങ്ങനെയൊന്നുമല്ല. സാധാരണ നമുക്ക് കുക്കിലൊതുങ്ങാവുന്ന ടൈപ്പ്, നമുക്ക് ഒരു കടമില്ലാതെ തുടങ്ങാൻ പറ്റുന്ന ഒരു ചെറിയൊരു സംരംഭം. ഇഷ്ടം പോലെ പരിപാടികൾ, ചെറിയ ചെറിയ പരിപാടി തുടങ്ങാനുണ്ട്. എന്തെങ്കിലും ചെയ്യാം. അത് ഏത് പ്രായക്കാരായിക്കോട്ടെ. നമ്മുടെ ഇപ്പോൾ 22 വയസ്സുള്ള ആളായാലും പോലും അയാൾക്ക് ഇങ്ങനെ ചെറിയ രീതിയിൽ തുടങ്ങിയിടാം. അയാൾ ഇതിൽ ഫുൾ ടൈം നിൽക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ ഒരു പാർട്ട് ടൈമായിട്ട് നിന്ന് ഒരു വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നത്. ആരെയും വിഷമിപ്പിക്കാതെയോ അല്ലെങ്കിൽ ആരെയും വേദനിപ്പിക്കാതെ പറ്റിക്കാതെ ഒന്നുമല്ല കേട്ടോ ഞാൻ പറഞ്ഞ്. പറ്റിച്ചിട്ടുള്ള പരിപാടിയല്ല. നമ്മൾ നല്ല ഒരു ഞാൻ പറയേണ്ട ആവശ്യമില്ല. ജസ്റ്റ് അവരവരുടെ ഉള്ളിലുള്ള കഴിവുകളാണത് ശരിക്കും പറഞ്ഞാൽ. ഇപ്പോൾ ചിലർക്ക് എന്തെങ്കിലും ചെറിയൊരു കട തുടങ്ങിയാൽ മതിയായിരിക്കും. ചിലർക്ക് എന്തെങ്കിലും ഇങ്ങനെ സെല്ല് ചെയ്താൽ കിട്ടുന്നുണ്ടാവും. എന്തെങ്കിലും ചിലവർക്ക് മാർക്കറ്റ് ചെയ്താൽ, അങ്ങനെ ചെറിയ എന്തെങ്കിലും പ്രോഡക്റ്റ് എടുത്തിട്ട് അത് മാർക്കറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയൊരു പരിപാടി എന്തായാലും ഞാൻ തുടങ്ങിയിടാൻ പറയും. നമ്മളെ ഫോളോ ചെയ്യുന്ന ആൾക്കാർ, ഇത് കാണുന്ന ആൾക്കാർ, എനിക്ക് പറയാനുള്ളതാണ്. ഒരുതരം മോട്ടിവേഷൻ തന്നെയാണ് ഞാൻ പറയുന്നത് കേട്ടോ ശരിക്കും പറഞ്ഞാൽ. കാരണം എൻ്റെ ഒരു എക്സ്പീരിയൻസാണ് ഞാൻ കൂടുതലും ഷെയർ ചെയ്യാൻ കാരണം നമ്മൾ എപ്പോഴും ഒരേ ഫ്ലോ ഓഫ് മണി ഉണ്ടായെന്ന് വരില്ല. ഇപ്പോൾ ഗവൺമെൻറ് ജോബ് ആണെങ്കിൽ ഓക്കെ, പക്ഷേ അല്ലാത്ത ചില ആൾക്കാരുണ്ടാവും, അതായത് ബിസിനസ് ചെയ്യുന്നവർ അല്ലെങ്കിൽ പഠിക്കുന്നവർ അല്ലെങ്കിൽ അങ്ങനെ. അപ്പോൾ അവർ ആ ബിസിനസ്സിൻ്റെ കൂടെ തന്നെ സൈഡിൽ ഒരു ഇതിലറിയാതെ ഒന്നുമില്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റിലാണ്ട് കച്ചവടം നടത്തുക, അല്ലെങ്കിൽ റെൻ്റൽ രണ്ടുപേരെ മുട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചാൽ നമുക്ക് ചെറിയൊരു ഇൻകം
മാസത്തിൽ ചെറിയൊരു ഇൻകം നമ്മുടെ പോക്കറ്റിലേക്ക് അത് വന്നു കഴിയുമ്പോൾ ഭയങ്കര ഒരു ഇതായിരിക്കും നമുക്ക്. അത് നമ്മളൊരു ഇൻകത്തിനേക്കാൾ കൂടുതൽ ഞാൻ പറയണത് വെച്ചാൽ നമ്മളൊരു ചെറിയൊരു സംരംഭം തുടങ്ങി എന്നുള്ളതാണ് ഞാൻ പറയാനുള്ളത്. നമുക്കത് ഫീൽ ചെയ്യാൻ തുടങ്ങും. നമ്മൾ സ്വാഭാവികം ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വളർത്തിക്കൊണ്ടുവന്നിരുന്നെങ്കിലോ എന്ന് തോന്നും. അപ്പോഴാണ് ഡെഫിനറ്റായിട്ട് അത് വിടാതെ നല്ല രീതിയിൽ കെയർ ചെയ്ത് അത് വളർത്തിക്കൊണ്ടിരിക്കുക എന്നാണ് ഞാൻ പറയണത് കേട്ടോ. ഇതൊക്കെ ഒരു മോട്ടിവേഷൻ്റെ ഇതായിട്ടാണ് ഞാൻ പറയുന്നത്. പിന്നെ അതുകൂടാതെ എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളാണ്. ഇപ്പോൾ നമ്മൾ കുറേ കാലം കഴിയുമ്പോൾ നമുക്ക് ഇതേ ഒരു എനർജിയോ അല്ലെങ്കിൽ ഇതേപോലെ ട്രാവൽ ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റിയെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും എന്തെങ്കിലും ഇപ്പോൾ ഞാനിപ്പോൾ വരയ്ക്കുന്നുണ്ട്, എന്തെങ്കിലും ചെറിയ വർക്ക്, ചെറിയ എന്തെങ്കിലും ഓൺലൈനിലെ വർക്കോ എന്തെങ്കിലും ഒരു വർക്ക് നമുക്ക് കിട്ടിയാൽ അത് ഒരു ഇതാണ്, ഒരു അസറ്റ് അല്ലെങ്കിൽ ഒരു ഇൻകമാണത് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഞാൻ പറയുകയെന്ന് വെച്ചാൽ നമ്മൾ വെറുതെ കണ്ടു പോകരുത്. എൻ്റെ ഒരു വീഡിയോ കണ്ടിട്ട് ഇത് കണ്ടു കഴിഞ്ഞിട്ട് നമ്മുടെ ഉള്ളിൽ തോന്നണം ചെറുതായിട്ട്, ഓക്കെ ഞാൻ പറഞ്ഞ ഒരാൾക്കെങ്കിലും അത് മനസ്സിലായെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷമായിരിക്കും കേട്ടോ. ഇത് നമ്മുടെ ഏകദേശം നമ്മുടെ പടത്തിൽ ഞാൻ നോക്കുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ എൻ്റെ ഒരു ഐഡിയകളാണ് പറയുന്നത് കേട്ടോ. ഞാനിപ്പോൾ വരയ്ക്കുന്ന പടങ്ങളൊക്കെ കുറേ കൂടി അടുത്ത ഫേസുകളാണ് വരയ്ക്കുന്നത്. അതായത് ജസ്റ്റ് ഫേസ് മാത്രം എടുത്ത് വരയ്ക്കുന്ന ഒരു ഇതാണ് ഞാൻ നോക്കുന്നത് കേട്ടോ. അത് വേറെ ഒന്നും കൊണ്ടല്ല, നമ്മുടെ ഈ ഫ്രീ ഹാൻഡ് ആകുമ്പോൾ കുറച്ചും കൂടി ഇതാവുമെന്ന് വിചാരിച്ചിട്ടാണ്. നമുക്ക് കുറച്ചും കൂടി ലേണിങ് ചെയ്യാൻ പറ്റും, മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി കറക്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കണം കേട്ടോ. പിന്നെ ഇപ്പോൾ മോനീഷിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ കുറേ പടങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. കമലദളമൊക്കെ ഞാൻ കുറേ 2-3 പ്രാവശ്യം കണ്ട പടമാണ് കമലദളം. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മറ്റേ മഞ്ഞൾ പ്രസാദം അല്ലേ, എന്താണ് മഞ്ഞൾ പ്രസാദം എന്നുള്ള പടം, മഞ്ഞൾ പ്രസാദം നെറ്റിയിൽ ചാർത്തി എന്ന് പറഞ്ഞ ആ സിനിമ നല്ലൊരു ഇതാണ്. എനിക്ക് തോന്നുന്നു ആദ്യത്തെ പടം എനിക്ക് തോന്നുന്നത് ഭയങ്കര നല്ലൊരു മൂവിയായിരുന്നു കേട്ടോ. അത് ഇനി അങ്ങനത്തെ പടങ്ങളൊന്നും വരാൻ ചാൻസ് ഇല്ല അല്ലേ. വളരെ ചെറിയ ഒരു സ്ക്രിപ്റ്റാണത് ശരിക്കും പറഞ്ഞാൽ. അത് അത്രയും ഇതായിട്ട് മനോഹരമായിട്ട് നല്ല പാട്ടുകളോട് ചേർത്ത് നല്ലൊരു ഇത് തന്നെ. പഴയ പടങ്ങൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക, അത് എവർഗ്രീൻ തന്നെയാണ് അല്ലേ. എത്ര നമ്മൾ കണ്ടാലും നമുക്കൊരു പിന്നെയും ഇടയ്ക്ക് കുറേ നാൾ കഴിയുമ്പോൾ ഒന്ന് കാണണമെന്ന് തോന്നുന്ന ഒരു തരം പടം അല്ലേ. കഴിഞ്ഞ ദിവസമാണ് ഞാൻ അതിൻ്റെ ഇത് കണ്ടത്, മോനിഷയുടെ എന്താ പറയുക 32ാമത്തെ വർഷം മരണപ്പെട്ടിട്ട്. കാർ ആക്സിഡൻ്റ് ആയിരുന്നു അല്ലേ. എല്ലാവരും വണ്ടി ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കുക എന്നുള്ളത് പറയാനുള്ളൂ അല്ലേ. വേറൊന്നും അങ്ങനെ നമുക്കൊന്നും എടുത്തു പറയാൻ പറ്റില്ല. പിന്നെ ശരിക്കും പറഞ്ഞാൽ മരണത്തെക്കുറിച്ചൊരു മോട്ടിവേഷനും ഇല്ല അല്ലേ. അതൊരു സത്യമാണ്, അത് എല്ലാവരിലും ഉണ്ട് അല്ലേ. അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഞാൻ ഈ അടുത്തൊരു ഇത് കണ്ടായിരുന്നു, ഒരു ഷോർട്ട് ഫിലിം കണ്ടായിരുന്നു. ഞാൻ ഷോർട്ട് ഫിലിംസ് കുറേ കാണുന്ന ഒരാളാണ്. ഞാനത് യൂട്യൂബിൽ നിന്ന് തന്നെയാണ് ഈ ഒരു ഇത് കണ്ടേക്കണത്. ഒരു മരണം എന്ന ഒരു വ്യക്തിയായിട്ട് സങ്കല്പിച്ചിട്ട് അതിങ്ങനെ ഒരു മാൻ്റെ പുറകെ ഇങ്ങനെ പോണേണ്. അപ്പോൾ അത് തൊട്ട് കഴിഞ്ഞാൽ അപ്പോഴത്തേക്ക് ആ മാൻ ഏത് ജീവിയെ തൊടുന്നു അതപ്പം മരണപ്പെട്ടു പോകും. അതാണ് അതിൻ്റെ ആ ഒരു പവർ വരുന്നത്. നമ്മുടെ കാലിനെ പോലെ തന്നെ. കാലം കയറിട്ട് വലിക്കണമെന്നല്ലേ. ഇത് എന്ന് പറയുമ്പോൾ ജസ്റ്റ് സ്പർശിക്കുമ്പോഴത്തേക്കും ആ ജീവി അതിൽ നിന്ന് ജീവൻ വിട്ട് വരും. അപ്പോൾ ഈ മാൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഈ പുള്ളിക്ക് എന്താ പറയുക, തൊടാൻ ഭയങ്കര ഒരു വിഷമം, സഹിക്കാൻ പറ്റില്ല, ഭയങ്കര ഒരു ടെൻഷൻ. അത് നല്ല ഭംഗിയുള്ളൊരു മാനായിരുന്നു. അപ്പോൾ അങ്ങനെ കുറേ പ്രാവശ്യം അതിൻ്റെ പുറകെ പോകും. അപ്പോൾ മാൻ ഓടി കുതിരയൊക്കെ നടക്കും. അവസാനം ആ ടൈം ആകുമ്പോൾ മാൻ തന്നെ നടന്ന് അതിൻ്റെ അടുത്തേക്ക് വന്ന് ആ പുള്ളിയുടെ കയ്യിലേക്ക് വന്ന് തൊടും. അതാണ് വരുന്നത്. അതായത് നമ്മൾക്ക് ടൈം ആകുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്ക് അത് ഉൾക്കൊള്ളും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതെനിക്ക് തോന്നിയേക്കണ ഒരു കാര്യം. നമ്മൾ വലിയ സംഭവമാണ് അല്ലെങ്കിൽ വലിയ ഇതാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആ ടൈം ആകുമ്പോൾ നമ്മൾ ഡെഫിനറ്റായിട്ടും നമ്മൾ തന്നെ അക്സെപ്റ്റ് ചെയ്യും. നമ്മൾ ആദ്യം അക്സെപ്റ്റ് ചെയ്യും. അതാണ് നടക്കണമെന്ന് എനിക്ക് തോന്നുന്നത്. ഓക്കെ, നമ്മൾ വിഷയത്തിൽ മാറിപ്പോകണമെന്ന് എനിക്ക് തോന്നുന്നത്. ഇതിപ്പോൾ കളറിങ് ഒന്നുമില്ല, ജസ്റ്റ് പെൻസിൽ ഷെയ്ഡിങ് മാത്രമേ ഉള്ളൂ. നമ്മൾ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണതാണ്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫിനിഷിങ് ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏകദേശം പിക്ചർ ക്ലിയർ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലെന്തെങ്കിലും ചെറിയ കുറ്റങ്ങളുണ്ടെങ്കിൽ അങ്ങ് വിട്ട് കളയുക. ഹായ് ഫ്രണ്ട്സ്,
Thanks for watching the video. Have a nice day. Bye. Take care.